മണ്ഡലം സത്യഭാമയെ എല്ലാവരും ഓർക്കുന്നുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും തെറി പറയാൻ വേണ്ടി മാത്രമായിട്ട് ഒരു ഫേസ്ബുക്ക് ലൈവ് വരെ ചെയ്തിരിക്കുകയാണ് സത്യഭാമ. ഒരോളം സൃഷ്ടിക്കാൻ തന്നെയാണ് ഈ സദാശിവം വന്നിരിക്കുന്നത്. തനിക്കെതിരെ സംസാരിച്ചവരെയും കമന്റ് ഇട്ടവരെയും ഒക്കെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് സത്യഭാമ തെറി വിളിക്കുന്നുണ്ട്. എനിക്ക് പ്രതികാരം ചെയ്യണം. എന്നെ തച്ച സുഖനോട് എനിക്ക് ഇന്ന് എന്നെ പ്രതികാരം ചെയ്യണം. എന്നെ അറിയാത്ത ബിബിൻ എന്തിനാ ഇങ്ങനെ അനാവശ്യം പറയുന്നത്? ബിബിൻ ബാബു, നീ ഏത് കോണത്തിലെ ഡോക്ടറാടാ തെണ്ടി? അല്ലേ ചിലക്കരുത്, സംസ്കാരത്തോടെ സംസാരിക്കടാ ചെറ്റ പട്ടി. നീ ഒരു വ്യാജ ഡോക്ടറല്ലേ? നീ ആരാ മല്ലികാ സുകുമാരന്റെ? നീ ഇവിടെ നേരിട്ട് വാടാ തെണ്ടി. നീ ആരാ എന്നോട് എതിർക്കാൻ? ഒന്ന് പോവാടാ മരമാക്കി പോയി തരത്തി പോയി കളിക്കടാ. നീ ആരാണ്? നിന്നെ ഡോക്ടറാ? എന്നെ കോണത്തിലെ ഡോക്ടർ എന്നാണ് ഞാൻ വിളിക്കാൻ പോണത് കേട്ടാ. ഈ തള്ളയുടെ ധിക്കാരം അവസാനിപ്പിക്കാതെ നമുക്ക് ഇവിടെ സ്വൈരായി ജീവിക്കാൻ പറ്റില്ല. വയസ്സാകാല നിനക്ക് നിന്റെ തള്ളയുണ്ടോ? നിനക്ക് ഒരെണ്ണം അവിടെ. നിന്റെ തള്ളക്കുള്ളത് എനിക്ക് കൂടുതല് ഒന്നുമില്ലടാ എനിക്ക്. കേട്ടാ, നീ ഒന്ന് പരിശോധിച്ചിട്ട് വാ നിന്റെ അമ്മേരെ. എന്തൊരു വൃത്തിയുടെ ലാംഗ്വേജ് അത്, കൺട്രിമേൻ. ടു ബാഡ് കൺട്രി പീപ്പിൾ. പിന്നെ ഈ സംസാരത്തിലുള്ള സംസ്കാരം വില കൊടുത്ത കിട്ടില്ല. എന്നിട്ട് നീ എന്റെ അടുത്ത് വാ, സത്യഭാമ ടീച്ചറിന്റെ അടുത്ത്. ഏത് ടീച്ചർ? നിങ്ങളെ പോലുള്ള വിഷജന്തുക്കളെ ഒന്നും ടീച്ചർ എന്ന് വിളിക്കാൻ കഴിയൂല. അതുകൊണ്ട് അധികം ഡെക്കറേഷൻ ഒന്നും വേണ്ട. കമന്റ് ഇട്ട ഡോക്ടർ വിപിൻ നിങ്ങളെ അമ്മച്ചി എന്ന് വിളിച്ചെങ്കിൽ നന്നായി പോയി. അമ്മച്ചി വിളി ഈ തലക്ക് ഒട്ടും സഹിച്ചില്ല. ഇത് പ്രായപൂർത്തിയല്ല, ഷഷ്ടിപൂർത്തിയാ. മെഴുകണം. നീ എന്താ വിചാരിച്ച ഞാൻ മാത്രമേ ഉള്ളന്നാ? എന്റെ കൂടെ ഒരു ഗാങ് ഉണ്ടടാ. നീ ഇങ്ങോട്ട് വാ. കണ്ട രോമൊക്കെ എണീറ്റ് നിന്ന് പുഷപ്പടിക്കണം. നീ ഇതിന്റെ താര കൊണ്ട് കമന്റ്സ് ഇടണ നായേ. നീ എല്ലാവർക്കും അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ട്. എന്ത് തെണ്ടിത്തരം പറയാനുള്ള അഭിപ്രായ സ്വാതന്ത്ര്യം? നീ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ഞാൻ എത്തൂട്ടാ നിന്റെ ഹോസ്പിറ്റലില്. തലേ ദിവസം ഭക്ഷണമൊക്കെ കഴിച്ചിട്ടേ പിറ്റേ ദിവസം രാവിലെ നമ്മളൊരു 1-നും 2-നും പോവും. നീ പോവാറുണ്ടാ? അതങ്ങോട്ട് എടുത്ത് ഞാൻ മെഴുകും നിന്നെ. നിന്നെ ആർക്ക് വേണം? വലിഞ്ഞേറി വന്നേക്കുന്ന അങ്ങോട്ട് എൻ്റെ കൺമുമ്പിൽ അങ്ങനെ വന്ന് നീ പെട്ടുപോയാൽ നിന്നെ ഞാൻ തുപ്പും. ഞാൻ തൂറി എറിയും നിന്നെ. നമുക്ക് പോവാം. അങ്ങനെ ഒന്നും ഞാനും ആലോചിക്കാതിരുന്നില്ല. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ